ഈ മഴക്കാലത്ത് ആരെങ്കിലും കാവത്ത് കഴിച്ചിട്ടുണ്ടോ? ചിലരിതിനെ കാച്ചിൽ എന്നും പറയും. ഇന്ന് മേമയുടെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് കാവത്ത് കിട്ടി. ഈ മഴക്കാലത്തൊന്നും നമ്മളത് ഉണ്ടാക്കാറില്ല. നമുക്കൊന്ന് വെച്ച് നോക്കാം. ഈ മഴക്കാലത്തായാലും അരിയുമ്പോൾ അങ്ങനെ കല്ല് പോലെയൊന്നും തോന്നണില്ല, വേവെന്ന് തോന്നുന്നു. ഇതിനെ നമ്മൾ വെള്ളാരം കാവത്ത് എന്നാണ് പറയുക. ചില കാവത്തുകൾ വയലറ്റ് നിറത്തിലും ഉണ്ടാവാറുണ്ട്. ഇന്ന് മേമയുടെ വീട്ടിൽ പോയപ്പോൾ ഒരുപാട് കാവത്ത് കിട്ടി. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കാവത്ത്. അതുകൊണ്ട് കാവത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചില്ല. കുറേ മണ്ണൊക്കെ ഉണ്ടായിരുന്നു. കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ നമ്മൾ വിസിലടിക്കാൻ പോവുകയാണ്. അതാണ് കാവത്തിൻ്റെ സീസണൊന്നുമല്ല, എന്നാലും കറി വെച്ചാൽ നോക്കാം നമുക്ക്. പുറത്ത് നല്ല മഴയാണ്, അത് അതുകൊണ്ട് സൗണ്ടൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വേപ്പലയാണ്. അതാണ് ഒരു ബന്ധിക്കാത്തത്. നമ്മളിത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കാച്ചാനാണ് പോകുന്നത്. വെളിച്ചെണ്ണ കായുമ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ച് അതിലേക്ക് ഇടുക. ഉള്ളി മൂക്കുമ്പോൾ അതിലേക്ക് ഇടിച്ച മുളക് ചേർക്കുക. മുളക് നന്നായി മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കാവത്ത് ചേർക്കാം. നീ കാവത്ത് കഴിച്ചിട്ടുണ്ടോ? കാവത്ത് കഴിച്ചിട്ടില്ല? കാവത്ത് ശരിക്കും ഇപ്പോഴല്ല കഴിക്കേണ്ടത്. കാവത്ത് ശരിക്കും മകരത്തിലൊക്കെ ഉണ്ടാവുക. ഇത് ഞാൻ മേമേരെ അവിടെ പോയിപ്പോൾ കുറച്ച് കാവത്ത് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് പറഞ്ഞാൽ വെട്ടി നോക്കിയപ്പോൾ കുറച്ച് ചള്ളു പോലെ തോന്നി. അപ്പം എടുത്താണ്ട് നോക്കിയതാ. കഴിച്ചു നോക്കാം. നീ തൊട്ട് നോക്കിയ എന്താ അവിടെ ഉണ്ടാ? വെള്ളം കിടന്നോട്ടെ. അതില് കുറച്ച് ഇറങ്ങരുത്. നാളികേരിട്ടിട്ട് എരിശ്ശേരി വെക്കില്ലടി, അതുപോലെ വെക്കും. വേവിച്ചിട്ട് അതിൽ നാളികേരവും ഉള്ളി പൊടിച്ചിട്ട് ഇടും. നീ ആദ്യമായിട്ട് കഴിക്കണ? ഫസ്റ്റ് ടൈമാ? അപ്പം ഒന്ന് കഴിച്ചേ. കൊള്ളി പോലെ ഉണ്ട്, പക്ഷെ കൊള്ളിയല്ല ഇത്. ചൂടുണ്ട്. കൊള്ളി പോലെയില്ല, കൊള്ളിക്കാളും ടേസ്റ്റ് കേട്ടോ. അതെ, കണ്ടു കഴിഞ്ഞപ്പോ പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് കഴിച്ചപ്പോ നല്ല
അത് നല്ല രസം കേട്ടാ.